ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചന്ദ്രിക നേരെ തൻ്റെ അച്ഛൻ്റെ സങ്കടമൊക്കെ കേട്ടിട്ട് ഓഫീസിലേക്കാണ് വന്നിരിക്കുന്നത്. ചന്ദ്രിക വന്നപ്പോൾ തന്നെ സെക്യൂരിറ്റി പറയുന്നുണ്ട്, മാഡം 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 നിങ്ങളെ ഓഫീസിലേക്ക് വിടാൻ പാടില്ല എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് മാഡം. അത് കേട്ട സമയത്ത് നല്ല ദേഷ്യത്തിലാണ് ചന്ദ്രിക ഉണ്ടായിരുന്നത്. അവൾ ചോദിക്കുന്നുണ്ട്, ആരാ പറഞ്ഞത്? ചെയർമാൻ മാഡം പറഞ്ഞിരിക്കുന്നത്. ചെയർമാൻ, അവളുടെ ഒരു ചെയർമാൻ, ഇന്ന് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക അകത്തേക്ക് കയറാൻ നോക്കുകയാണ്. അപ്പോൾ അയാൾ പേടിയോടെ പറയുന്നുണ്ട്, മാഡം മാഡം പറയുന്നത് കേൾക്ക് മാഡം, അകത്തേക്ക് പോവല്ലേ മാഡം. ചന്ദ്രിക അയാളോട് കൂടുതലായിട്ടൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. ദേഷ്യത്തോടെ അയാളെ നോക്കിയിട്ടേ ഉള്ളൂ. അത് കണ്ടപ്പോൾ തന്നെ അയാൾ ഭയന്നിട്ട് പിന്നീട് ഒന്നും പറയുന്നില്ല. ചന്ദ്രികയാണെങ്കിൽ നേരെ അകത്തേക്ക് മേഘയുടെ ക്യാബിനിലേക്കാണ് പോകുന്നത്. ആ സമയത്ത് മനോഹരനും മേഘയും കൂടെ ഇന്നലെ സംഭവിച്ച കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്നലെ മഹേന്ദ്രൻ ഞാൻ ആ കമ്പനിയിൽ പോയെന്നും മേഘയും മനോഹരനും ചേർന്നിട്ട് എൻ്റെ കഴുത്തിന് പിടിച്ച് എന്നെ പുറത്താക്കിയെന്നൊക്കെ സങ്കടത്തോടെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അത് കേട്ട് മേഘയും പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ മേഘയും ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതേ അങ്കിൾ, അയാൾക്ക് അതും വേണം, അതിന് മേലെയും വേണം. അവർ രണ്ടുപേരും അത് പറഞ്ഞ് കളിയാക്കി പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സർവ്വദേശത്തോടും കൂടി ചന്ദ്രിക അങ്ങോട്ടേക്ക് കയറി വന്നത്. അവരുടെ ആ ഒരു പരിഹാസച്ചിരി കണ്ടപ്പോൾ തന്നെ ചന്ദ്രയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു തങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ വന്നപ്പോൾ തന്നെ അവൾ പൊട്ടിത്തെറിക്കുകയാണ്. ചി, നിങ്ങളൊക്കെ ഒരു മനുഷ്യരാണോ? ചന്ദ്രികയെ കണ്ടപ്പോൾ രണ്ടുപേരും ചിരി നിർത്തുകയാണ്. അപ്പോൾ മേഘ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഏയ് ചന്ദ്രിക, വർത്താനം സൂക്ഷിച്ച് സംസാരിക്കേ. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ചി നിർത്തടി, എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കൾ മുഴുവൻ അപഹരിച്ചതിന് പുറമേ അദ്ദേഹത്തിന് ഈ ഓഫീസിൽ നിന്നും നീ പുറത്താക്കുകയും ചെയ്യുമല്ലേ? മനോഹരനും ഒന്നും പറയുന്നില്ല, മേഘയും ഒന്നും പറയാതിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക ദേഷ്യത്തോടെ പൊട്ടിത്തെറിക്കുന്നുണ്ട്, എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ സ്ഥലത്തിരുന്നുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ച് പുറത്തേക്ക് തള്ളാൻ മാത്രം നിന്റെ ബുദ്ധി നശിച്ചു പോയോ മേഘ? മേഘ ദേഷ്യത്തോടെയാണ് ചന്ദ്രികയെ നോക്കുന്നത്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ആദ്യം എഴുന്നേക്കാൻ നോക്ക്. മേഘ വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല ചന്ദ്രികയുടെ ആ സംസാരത്തിന്. അവളിങ്ങനെ പുച്ഛത്തോടെ നിൽക്കുകയാണ്. ആരുടെ സ്ഥലത്ത് വന്നിട്ട് ആരാണ് അഹങ്കാരം കാണിക്കുന്നത്? ചന്ദ്രിക മേഘയോട് ചോദിക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ വേണമെങ്കിൽ നിനക്ക് ക്ഷമിച്ചു തന്നിരിക്കും, പക്ഷേ ഞാൻ ഒരു കാലത്തും നിന്നോട് ക്ഷമിക്കില്ല. മര്യാദയ്ക്ക് നിന്നോട് എഴുന്നേക്കാനാ പറഞ്ഞത്. പക്ഷേ മേഘ പുച്ഛത്തോടെ അവളെ നോക്കി ചിരിക്കുകയാണ്. അപ്പോൾ മനോഹരനും പറയുന്നുണ്ട്, ഏയ് ആരുടെ അടുത്ത് വന്നിട്ട് ആരോടാ എഴുന്നേക്കാൻ പറയുന്നത്? മനോഹരൻ്റെ സംസാരം കേൾക്കുമ്പോൾ ചന്ദ്രികയ്ക്ക് ഒന്നുകൂടെ ദേഷ്യം കയറാണ്. ചി, വായ മൂടടാ. ചന്ദ്രികയെ അത്രയേറെ ദേഷ്യത്തിൽ കണ്ടപ്പോൾ മേഘയും ചെറുതായിട്ടൊന്ന് പതറുകയാണ്. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, ചന്ദ്രിക, നീ മര്യാദ ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. ഇതിൽ കൂടുതൽ നിന്നോട് നന്നായിട്ട് പെരുമാറാൻ എനിക്ക് സാധിക്കില്ല. ചന്ദ്രികയും ചോദിക്കുകയാണ്, ഇതിൽ കൂടുതൽ നിന്നോട് എന്ത് മര്യാദയോടെയാണ് പെരുമാറേണ്ടത്? ചന്ദ്രികയുടെ ആ ഒരു ശൗര്യവും ദേഷ്യവും കണ്ടപ്പോൾ മേഘ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്, പ്രത്യേകിച്ചൊന്നും പറയാതെ. അപ്പോൾ മേഘയോട് നേരെ തിരിഞ്ഞിട്ട് ചന്ദ്രിക പറയുന്നുണ്ട്, മേഘ, നിനക്കിത് അവസാന അവസരമാണ്. മര്യാദയ്ക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാല് തൊട്ടിട്ട് അദ്ദേഹത്തോട് ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ മര്യാദയ്ക്ക് മാപ്പ് ചോദിച്ചോ, ഇല്ലെങ്കിൽ നിന്റെ ജീവിതം തന്നെ ഞാൻ കട്ടപ്പുറത്താക്കും. മേഘയും ദേഷ്യത്തോടെയാണ് ചന്ദ്രികയെ നോക്കുന്നത്. അപ്പോൾ ചന്ദ്രിക ടേബിളിൽ അടിച്ചിട്ട് പറയുന്നുണ്ട്, നിന്നോട് മര്യാദയ്ക്ക് എഴുന്നേക്കാനാ പറയുന്നത്. അപ്പോൾ മേഘ കൂളായിട്ട് മനോഹരനോട് പറയാണ്, അങ്കിൾ, അവൾ പറയുന്നത് കേട്ടില്ലേ? ഇവളുടെ അച്ഛനോട് പോയിട്ട് ഞാൻ മാപ്പ് ചോദിക്കണമെന്ന്. നമ്മളെക്കുറിച്ച് ഇപ്പോഴും ഇവൾക്ക് അറിയില്ല എന്നാണ് തോന്നുന്നത്. ഇവളുടെ കഴുത്തിന് പിടിച്ചിട്ട് പുറത്തേക്കാക്കാം അങ്കിൾ. ഇവൾക്ക് മര്യാദ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ മനോഹരനും പറയുന്നുണ്ട് ചന്ദ്രികയോട്, ഇങ്ങോട്ട് നോക്ക്, നിൻ്റെ അച്ഛനെയും അമ്മയും കൂട്ടിയിട്ട് മര്യാദയ്ക്ക് നീ നിൻ്റെ ഗ്രാമത്തിലേക്ക് പോവാൻ നോക്കിയോ. മേഘയും പുച്ഛത്തോടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ മനോഹരൻ ചന്ദ്രികയോട് പറയാണ്, അവിടെ എന്തെങ്കിലും ബിസിനസ്സോ മറ്റോ ചെയ്തിട്ട് ജീവിക്കാൻ നോക്ക്. ഇവിടെ നിന്ന് മേഘയെ മാറ്റിയിട്ട് നിങ്ങൾക്കിവിടെ ജീവിക്കാനേ സാധിക്കില്ല. ചന്ദ്രിക, നീയായിട്ട് പുറത്തു പോകുന്നോ അതോ നിൻ്റെ അച്ഛനെ ചെയ്തതുപോലെ നിൻ്റെ കഴുത്തിന് പിടിച്ച് ഞാൻ തന്നെ പുറത്തേക്ക് കൊണ്ടുപോകണോ? കൊല്ലാനുള്ള ദേഷ്യത്തിലാണ് ചന്ദ്രിക ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവൾ മനോഹരനോട് ചോദിക്കുന്നുണ്ട്, ആഹാ കൊള്ളാലോ, എങ്കിൽ പിന്നെ എൻ്റെ മേലെ ഒന്ന് കൈവച്ച് നോക്ക്. കൈവച്ച് നോക്കടാ, കാണാലോ. ചന്ദ്രിക വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മനോഹരൻ ചന്ദ്രികയുടെ കൈക്ക് കയറി പിടിക്കുകയാണ്. അപ്പോൾ തന്നെ ചന്ദ്രിക അവൻ്റെ ചെകിട്ടത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുത്ത്. മേഘ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അവൾ ഷോക്കായിട്ട് കസേരയിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. അപ്പോൾ മനോഹരൻ മറ്റേ കൈ കൂടി പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഡീ. അത് കണ്ടതും ഉടനെ തന്നെ ചന്ദ്രിക അടുത്ത കവിളിലും കൂടി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ മേഘയുടെ മുന്നിൽ വെച്ചിട്ട് അവളുടെ അങ്കിളുടെ രണ്ട് കവിളത്തും നോക്കിയിട്ട് ചന്ദ്രിക നന്നായിട്ട് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏയ് നീ എന്താണ് ചെയ്യുന്നത്? മേഘ ചോദിക്കുമ്പോഴേക്കും ചന്ദ്രിക വേഗം തന്നെ അവളുടെ ബാഗ് തുറന്നിട്ട് പെപ്പർ സ്പ്രേ എടുത്തിട്ട് മനോഹരൻ്റെ മുഖത്തേക്ക് അടിക്കുകയാണ്. പെട്ടെന്നുള്ള ആക്രമണം ആയതുകൊണ്ട് തന്നെ മനോഹരനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അയാളുടെ കണ്ണ് മൊത്തം ആ ഒരു സ്പ്രേ ആയിട്ടുണ്ടായിരുന്നു. അയ്യോ, എൻ്റെ കണ്ണെരിയുന്നു ചന്ദ്രിക, വേണ്ട വേണ്ട എന്നൊക്കെ അയാൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. മേഘയുടെ അടുത്ത് തന്നെ നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ ആ ഒരു സ്പിരിറ്റൊക്കെ മേഘയുടെ മുഖത്തും തട്ടുന്നുണ്ട്. മേഘയും കണ്ണൊക്കെ മാറ്റി നോക്കുകയാണ്. എന്നിട്ട് ചന്ദ്രികയോട് ചോദിക്കേണ്ടത്, നീ എന്താ ഈ ചെയ്യുന്നത്?
ചന്ദ്രിക കൈ കെട്ടിയിട്ട് അവരെ രണ്ടുപേരെയും നോക്കിയിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും മേഘ സെക്യൂരിറ്റി സെക്യൂരിറ്റി എന്ന് വിളിച്ചപ്പോഴേക്കും 2 സെക്യൂരിറ്റിമാർ അകത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രിക അങ്ങനെ തന്നെ നിൽക്കുകയാണ്, ഒരു മാറ്റവും ഇല്ലാതെ. മേഘ സെക്യൂരിറ്റിക്കാരോട് പറയാണ്, ഇവളെന്തിനാ അകത്തേക്ക് കയറ്റി വിട്ടത്? ഞാൻ പറഞ്ഞതല്ലേ അകത്തേക്ക് വിടരുതെന്ന്. ചന്ദ്രികയുടെ 2 കൈയിലും പിടിച്ചു വലിച്ചിട്ട് 2 സെക്യൂരിറ്റിമാരും പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ചന്ദ്രിക അവരുടെ അടുത്ത് നിന്ന് കുതറി മാറാൻ ശ്രമിക്കുന്നുണ്ട്, വിട് വിട് എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് മനോഹരനെയും കൂട്ടിയിട്ട് മേഘ വാഷ്റൂമിലേക്ക് പോവുകയാണ് കണ്ണ് കഴുകി കൊടുക്കാൻ. സെക്യൂരിറ്റിമാർ സ്റ്റാഫിനിടയിൽ കൂടിയാണ് ചന്ദ്രികയും കൂട്ടിക്കൊണ്ട് പോകുന്നത്, ഗീതയൊക്കെ വർക്ക് ചെയ്തിരുന്ന ആ ഒരു ഭാഗത്തൂടെ. അപ്പോൾ ചന്ദ്രിക കുതിർന്നതിനിടയ്ക്ക് അവളവിടെ നിലത്ത് വീഴുകയാണ്. അങ്ങോട്ടേക്ക് മേഘയും വന്നിട്ടുണ്ടായിരുന്നു. ചന്ദ്രിക നിലത്ത് കൈകുത്തി എഴുന്നേറ്റപ്പോഴേക്കും മേഘ വന്നിട്ട് ചോദിക്കുകയാണ്, ഈ അപമാനം നിനക്ക് ആവശ്യമുണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പുറത്തേക്ക് പോയാൽ മതിയായിരുന്നില്ലേ? ഗെറ്റ് ഔട്ട്. അപ്പോൾ ചന്ദ്രിക പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് പറയാണ്, എന്നെ അപമാനിച്ചു എന്നാണോ നീ വിചാരിക്കുന്നത്? സത്യമായിട്ടും ഇല്ല. മേഘ ഒന്നും പറയാതെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക തിരിച്ചു പറയുന്നുണ്ട്, നിന്നെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഇങ്ങനെ ഒരു സ്ഥാനത്ത് നിന്നെ കൊണ്ടിരുത്തിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അച്ഛൻ നിനക്ക് തന്ന പിച്ചയാണ്. അത്രയും സ്റ്റാഫിന് മുന്നിൽ വെച്ചിട്ട് ചന്ദ്രിക അങ്ങനെ പറഞ്ഞത് കേട്ടതും മേഘ തന്നെ ഒന്ന് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ഇത് ഇവിടെയുള്ള ആർക്കും അറിയില്ലെന്നാണോ നീ കരുതിയിരിക്കുന്നത്? അങ്ങനെയുള്ള അദ്ദേഹത്തെ അപമാനിച്ച് നീ ഇവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ഇവിടെയുള്ള എല്ലാവരും നിന്നെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. മേഘ ദേഷ്യത്തോടെ ചന്ദ്രികയെ തന്നെ നോക്കുകയാണ്. കാരണം അവളുടെ സ്റ്റാഫിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ചന്ദ്രിക ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ഇവിടെയുള്ള എല്ലാവരും പുറത്ത് നിന്നോട് നല്ല മര്യാദയോടെ ആയിരിക്കും പെരുമാറുന്നുണ്ടാവുക, പക്ഷെ മനസ്സിൻ്റെ അകത്ത് ഇവരെല്ലാവരും പുച്ഛത്തോടെയാണ് നിന്നെ കാണുന്നുണ്ടാവുക. അത് കേട്ടപ്പോൾ മേഘയ്ക്ക് വല്ലാത്ത ദേഷ്യം തോന്നുകയാണ്. ചന്ദ്രികയാണെങ്കിൽ പരിഹസിച്ചതിന് മേൽ പരിഹസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവൾ മേഘയോട് പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് ഇതൊക്കെ അപഹരിച്ചു എന്ന് കരുതി നീ മഹാറാണിയൊന്നും ആവില്ല. മേഘ അപമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രിക പറയാണ്, അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതി അദ്ദേഹം ഒരിക്കലും താഴാനും പോകുന്നില്ല. ഈ ഓഫീസിലുള്ളവർ മാത്രമല്ല പുറത്തുള്ളവരും നിന്നൊരു ദ്രോഹിയായിട്ട് തന്നെയാണ് കാണുന്നത്, ഒരു വഞ്ചകിയായിട്ട്. നീ ഞങ്ങളെ ജയിച്ചു എന്നല്ല നീ കരുതുന്നത്, പക്ഷെ സത്യമായിട്ടും അങ്ങനെയല്ല, നീ തോറ്റിരിക്കുകയാണ്. ചന്ദ്രിക വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ മേഘയ്ക്ക് ദേഷ്യം ഇങ്ങനെ അരിച്ചു കയറുകയാണ്. അവൾ സെക്യൂരിറ്റിയോട് പറയുന്നുണ്ട്, ഏയ് എന്താ ഇവളിങ്ങനെ സംസാരിക്കാൻ വിട്ടിട്ട് നിങ്ങളൊക്കെ നോക്കി നിൽക്കുന്നത്? പിടിച്ച് വെളിയിൽ കൊണ്ടുപോയി തള്ളു. അപ്പോൾ സെക്യൂരിറ്റി ചന്ദ്രികയെ പിടിക്കാൻ വന്ന സമയത്ത് ചന്ദ്രിക അവരോട് പറയുന്നുണ്ട്, ഏയ് എൻ്റെ ദേഹത്ത് തൊടാൻ പാടില്ല എന്ന്. അവർക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ചന്ദ്രിക പറയുന്നുണ്ട്, ഇനി ആവർത്തിക്കരുതെന്ന്. അതിനുശേഷം മേഘയോട് പറയാണ്, നിന്നെ ഇപ്പം തന്നെ അടിച്ച് കൂട്ടിക്കൊണ്ടുപോയി എൻ്റെ അച്ഛൻ്റെ കാൽക്കൽ വീഴ്ക്കുന്നത് എനിക്ക് വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. മേഘ ചന്ദ്രികയെ തന്നെ നോക്കി നിൽക്കുകയാണ് അപമാനത്തോടെ. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ആർക്ക് മുന്നിൽ വെച്ചിട്ടാണോ നീ എൻ്റെ അച്ഛനെ അപമാനിച്ചത്, ആർക്ക് മുന്നിൽ വെച്ചിട്ടാണോ നീ അദ്ദേഹത്തെ പിടിച്ച് തള്ളിയത്, അവർക്ക് മുന്നിൽ വെച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് നീ മാപ്പ് ചോദിക്കണം. അങ്ങനെ ഒരു ദിവസം ഞാൻ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ മേഘ പറയുന്നുണ്ട്, നീ അത് ഉണ്ടാക്കുന്ന ദിവസം കാണാം, ഇപ്പം നീ ഇറങ്ങി പോവാൻ നോക്ക്. ചന്ദ്രികയും വിട്ടുകൊടുക്കുന്നില്ല. ഇതുവരെ നീ കണ്ട ചന്ദ്രിക വേറെ, ഇനി നീ അങ്ങോട്ട് കാണാൻ പോകുന്ന ചന്ദ്രിക വേറെ. വെറുതെ ഇരുന്ന് എന്നെ നീ പ്രകോപിപ്പിച്ചതല്ലേ, ഇനി അങ്ങോട്ടാണ് ചന്ദ്രിക ആരാണെന്ന് നീ മനസ്സിലാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് തീരലും ചന്ദ്രിക മേഘയുടെ കവിളത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. അപ്രതീക്ഷിതമായി തല്ലി കിട്ടിയത് കൊണ്ട് തന്നെ മേഘ ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് വല്ലാത്ത നാണക്കേടും അപമാനം ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു. മേഘ ആ കവിളിലിങ്ങനെ കൈവച്ച് നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക വെല്ലുവിളിച്ചുകൊണ്ട് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഇത് തുടക്കം മാത്രമാണ്, ഇനി അങ്ങോട്ട് ഞാൻ നിന്നെ തല്ലാൻ പോകുന്ന ഓരോ തല്ലും നിനക്ക് മരണവേദന ഉള്ളതായിരിക്കും, അത് നിന്നെക്കൊണ്ട് സഹിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്രിക അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. മേഘയാണെങ്കിൽ വല്ലാതെ നാണം കെട്ടിട്ടുണ്ടായിരുന്നു. അവൾ കവിളിൽ തന്നെ കൈവച്ചിട്ട് ചുറ്റിലും നോക്കുമ്പോൾ ആ സ്റ്റാഫുകൾ അത്രയും അവളെ നോക്കി നിൽക്കുകയാണ്. ഒരു MD ആണ് തല്ലിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും പറയാതെ മേഘ വേഗം ക്യാബിനിലേക്ക് വരികയാണ്. ക്യാബിനിലെത്തിയതും മേഘ പൊട്ടി പൊട്ടി കരയാണ്. അവൾക്ക് സംഭവിച്ച കാര്യങ്ങൾ ഓർക്കും തോറും സങ്കടം സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് ചന്ദ്രിക നാണം കെടുത്തിയല്ലോ എന്ന് ആലോചിച്ചിട്ട് മേഘ അതുകൊണ്ട് തന്നെ കരച്ചിൽ നിർത്തുന്നില്ല. മുഖമൊക്കെ കഴുകി വന്നതിന് ശേഷം മനോഹരം സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മേഘ മോളെ, നടന്നത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കല്ലേ, അവൾ മോളെ തല്ലുകയല്ല ചെയ്തത്, അവൾ നശിക്കുന്നതിന് മുമ്പുള്ള അവളുടെ മരണമണി അടിച്ചിട്ട് പോയതാണ്. പക്ഷെ അതൊന്നും മേഘയെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ സങ്കടം തീരാത്തത് കൊണ്ട് തന്നെ അവൾ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മനോഹരം പറയുന്നുണ്ട്, ഇനി അങ്ങോട്ട് അവളുടെ നാശം തുടങ്ങാൻ പോവുകയാണ്. ഇനി അങ്ങോട്ട് അവളുടെ ജീവിതം നന്നാവുകയാണോ മോശമാവുകയാണോ ചെയ്യുന്നതെന്ന് മോൾ കണ്ടോ. നിൻ്റെ ഓഫീസിൽ കയറി വന്നിട്ട് നിൻ്റെ സ്റ്റാഫിന് മുന്നിൽ വെച്ച് അവൾ നിന്നെ തല്ലിയെങ്കിൽ അതിനുള്ള മറുപടി നമ്മൾ അവൾക്ക് കൊടുത്തേ മതിയാവൂ. അപ്പോൾ കരച്ചിൽ നിർത്തിയിട്ട് കണ്ണുനീര് തുടച്ചുകൊണ്ട് മേഘ മനോഹരനോട് പറയുന്നുണ്ട്, ചന്ദ്രിക, എനിക്ക് അവസാന ദിവസം കുറിച്ചിട്ടാണ് പോയിരിക്കുന്നത്
എന്നെ നശിപ്പിച്ചിട്ട് എൻ്റെ നാശം കണ്ടിട്ടേ അവൾ പോവുള്ളൂ എന്ന് അവൾ വെല്ലുവിളിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഒറ്റയടിക്ക് അവളെ കൊല്ലരുത് അങ്കിൾ. എന്തിനാണ് ഞാൻ മേഘയെ തല്ലിയതെന്ന് ഓരോ നിമിഷവും അവൾ അത് തന്നെ ചിന്തിച്ച് ചിന്തിച്ച് വിഷമിക്കണം. മേഘയുടെ പകയും വെറുപ്പും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ അവളെ എന്തെങ്കിലും ചെയ്യണം അങ്കിൾ, അവൾ വെല്ലുവിളിച്ചുകൊണ്ട് മനോഹരനോട് പറയുന്നുണ്ട്. മേഘയുടെ മനസ്സിൽ ചന്ദ്രികയോടുള്ള ദേഷ്യവും വെറുപ്പും വൈരാഗ്യവും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അവൾ മനോഹരനോട് പറയാണ്, ചന്ദ്രിക എന്ത് ബിസിനസ് ആരംഭിച്ചാലും അത് നമ്മൾ തുടക്കം തന്നെ നശിപ്പിക്കണം. അവൾക്ക് തന്നെ അവളുടെ മേലുള്ള വിശ്വാസം തകർന്നടിയണം. നമ്മൾ കൊടുക്കുന്ന ടോർച്ചർ കാരണം അവൾ ഏത് ഗ്രാമത്തിൽ നിന്നാണോ ഇങ്ങോട്ടേക്ക് വന്നത് ആ ഗ്രാമത്തിലേക്ക് തന്നെ അവളുടെ അച്ഛനെയും അമ്മയെയും കൂട്ടിയിട്ട് അവൾ ഈ നാട് വിട്ട് പോയിക്കോണം. അത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണണം. മേഘ വെറുപ്പോടെ പറയാണ്. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, മേഘ നീ പറഞ്ഞല്ലോ മോളെ, ഈ അങ്കിള് അത് ചെയ്ത് നിനക്ക് കാണിച്ചു തരാം, നീ വിഷമിക്കുക വേണ്ട മോളെ. മേഘയുടെ ദേഷ്യവും സങ്കടവും മാറുന്നുണ്ടായിരുന്നില്ല. അവൾ കരഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, അവൾ മോളുടെ ദേഹത്ത് കൈവച്ചതിന് ഓരോ നിമിഷവും അവൾ വേദനിച്ചുകൊണ്ടേയിരിക്കും. മേഘ ഒരു വല്ലാത്ത പ്രതികാരഭാവത്തോടെയാണ് ഇരിക്കുന്നത്. അതേസമയം ചന്ദ്രികയാണെങ്കിൽ വീട്ടിലെത്തിയിട്ട് തുണി നനച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് വന്നിട്ട് മലർ അമ്മയോട് പറയുന്നുണ്ട്, അമ്മ എനിക്ക് മാഗി കഴിക്കണം, അമ്മ ഈ തുണി വിരിച്ചതിന് ശേഷം മോൾക്ക് മാഗി ഉണ്ടാക്കിത്തരാം. ശരി. മലർ ചിരിച്ചുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. ചന്ദ്രികയാണെങ്കിൽ ആ തുണിയൊക്കെ നനച്ചതിന് ശേഷം അത് വിരിക്കാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് സിദ്ധുവിനാണെങ്കിൽ നല്ല പനിയുണ്ടായിരുന്നു. അവനവൻ്റെ റൂമിൽ പുതച്ചു മൂടി കിടക്കുകയാണ്. അങ്ങോട്ട് വന്നിട്ട് പ്രിയ ചോദിക്കുന്നുണ്ട്, അങ്കിൾ ഞാൻ ഈ ബോൾ എടുത്തോട്ടെ? അവിടെ ഉണ്ടാവും, മോൾ എടുത്തോന്ന് സിദ്ധു എങ്ങനെയൊക്കെയോ ചുമച്ചുകൊണ്ട് പറയാണ്. അപ്പോൾ പ്രിയ അടുത്ത് വന്നിട്ട് സ്നേഹത്തോട് ചോദിക്കുകയാണ്, അങ്കിൾ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? ഇല്ലടാ, അങ്കിളിന് പനിക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്കിളിന് പോകാൻ പറ്റില്ല. പ്രിയ അടുത്ത് തന്നെ നിന്നിട്ട് പ്രിയക്ക് പനി പകരണ്ടെന്ന് കരുതിയിട്ട് സിദ്ധു പറയുന്നുണ്ട്, മോള് പോയി കളിച്ചോളൂ എന്ന്. അപ്പോൾ പ്രിയ ബോളും കൊണ്ട് താഴേക്ക് വന്നിട്ട് ഫുട്ബോൾ കളിക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രികയാണെങ്കിൽ അവളുടെ വീട്ടിൽ തുണി നനച്ച തുണി വിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയ കളിച്ചുകൊണ്ടിരുന്ന ബോൾ ചന്ദ്രികയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ആ സമയത്ത് പ്രിയ ബോൾ എടുക്കാൻ വന്നപ്പോൾ ചന്ദ്രിക ചോദിക്കുകയാണ്, സിദ്ധു സാറ് ഓഫീസിലേക്ക് പോയോന്ന്. അപ്പോൾ പ്രിയയാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഇല്ല ആൻറ്റി, സിദ്ധു അങ്കിളിന് ഫീവറാണ്. അപ്പോൾ ചന്ദ്രിക ചോദിക്കുകയാണ്, സിദ്ധു സാറിന് ഫീവറാ? അതെ ആൻറ്റി, വയ്യാതെ ചുമച്ചുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ പ്രിയ ബോളും കൊണ്ട് പോകുന്ന സമയത്ത് ചന്ദ്രിക വിചാരിക്കുന്നുണ്ട്, സിദ്ധു സാറിന് എന്താ പറ്റിയത്? ഫോൺ ചെയ്ത് നോക്കാം. വേഗം അകത്തേക്ക് വന്നിട്ട് ചന്ദ്രിക സിദ്ധാർത്ഥിനെ ഫോൺ ചെയ്യാണ്. അവൻ ചുമച്ചുകൊണ്ട് തന്നെയാണ് ഫോൺ എടുക്കുന്നത്. എന്ത് പറ്റി സർ? അത് സാറിന് പനിയാണെന്ന് പ്രിയ വന്നപ്പോൾ പറഞ്ഞു. അതെ ചന്ദ്രിക, ഫീവർ ഉണ്ട്, പക്ഷേ നീ ഭയപ്പെടുന്നത് പോലെ ഒന്നുമില്ല. ചുമച്ചുകൊണ്ട് തന്നെയാണ് സിദ്ധാർത്ഥ് മറുപടി കൊടുക്കുന്നത്. പക്ഷെ അവൻ്റെ സംസാരം കേട്ടപ്പോൾ തന്നെ ചന്ദ്രികയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അവന് നല്ല സുഖമില്ല എന്നുള്ളത്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ചെറിയ പനിയാണെന്നൊക്കെ സാറ് പറയുന്നുണ്ട്, പക്ഷേ സാറിൻ്റെ ശബ്ദം കേട്ടാൽ തന്നെ അറിയാം നല്ല പനിയുണ്ടെന്ന്. അതിന് മാത്രമൊന്നും ഇല്ല ചന്ദ്രിക, ഇന്നലെ ജ്യൂസ് കുടിക്കുന്ന സമയത്ത് കുറച്ചധികം ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ആയിട്ട് ചെറുതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ഇങ്ങനെ ചുമച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് സർ? ആദ്യം ഒന്ന് ഡോക്ടറെ അടുത്ത് പോയിട്ട് അദ്ദേഹം തരുന്ന ടാബ്ലറ്റ് കഴിക്കാൻ നോക്ക്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടർ തന്ന ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ഞാൻ കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് വേഗം തന്നെ മാറിക്കോളും. അപ്പോൾ ചന്ദ്രിക പറയാണ്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, കുറച്ചു നേരം കൊണ്ട് ഞാൻ വേഗം തന്നെ കഞ്ഞി വെച്ചിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ശരിയെന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥം കോൾ കട്ട് ചെയ്യാണ്. എന്നിട്ട് അവൻ വീണ്ടും മൂടി പൊതച്ചു കിടക്കുകയാണ്. ആ സമയത്ത് കഞ്ഞി വെക്കാൻ പോകുമ്പോഴാണ് മലര് വന്നിട്ട് ചോദിക്കുന്നത്, അമ്മ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. കഞ്ഞി ഉണ്ടാക്കാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ മലര് പറയുന്നുണ്ട്, കഞ്ഞിയല്ലല്ലോ, ഞാൻ മാഗിയല്ലേ ഉണ്ടാക്കാൻ പറഞ്ഞത്. അപ്പോൾ ചന്ദ്രിക പറയാണ്, മാഗിയൊന്നും അങ്ങനെ അധികം കഴിക്കാൻ പാടില്ല മോളെ, അത് മൈദാ മാവ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്, അത് ശരീരത്തിനൊന്നും അത്ര നല്ലതല്ല. അമ്മ ചൂട് കഞ്ഞി ഉണ്ടാക്കിത്തരാം, എൻ്റെ മോൾ അത് കഴിച്ചാൽ മതി. അപ്പം മലരി ചെറുതായിട്ട് വാശിയോടെ പറയുന്നുണ്ട്, എനിക്ക് കഞ്ഞിയൊന്നും വേണ്ട, എനിക്ക് ന്യൂഡിൽസ് മതി. അപ്പോൾ ചന്ദ്രിക പറയാണ്, ഇങ്ങോട്ട് നോക്ക് മലർ, സിദ്ധു സാറിന് നല്ല സുഖമില്ല, ഫീവറാണ്. അത് കേട്ടപ്പോൾ തന്നെ മലറിൻ്റെ മുഖത്ത് ദേഷ്യം നിറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി അമ്മ കഞ്ഞി ഉണ്ടാക്കുമ്പോൾ എൻ്റെ മോളും അത് കഴിച്ചാൽ മതി, അല്ലാതെ ന്യൂഡിൽസ് ഒന്നും കഴിക്കരുത്, അതൊന്നും ശരീരത്തിന് നല്ലതല്ല. അപ്പോൾ മലര് വാശി പിടിക്കുകയാണ്, എനിക്ക് കഞ്ഞി വേണ്ട, എനിക്ക് ന്യൂഡിൽസ് മാത്രം മതി. ന്യൂഡിൽസ് ഉണ്ടാക്കാനുള്ള സമയമില്ല മോളെ ഇപ്പോൾ, അമ്മ പറഞ്ഞത് കേൾക്ക്, അമ്മ ഇപ്പോൾ കഞ്ഞി ഉണ്ടാക്കാം, എന്നിട്ട് അത് കൊണ്ടുതരാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക വേഗം തന്നെ കഞ്ഞിയും ഉണ്ടാക്കി അതിനുശേഷം പപ്പടവും ആക്കുകയാണ്. അത് നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെയാണ് മലർ അവിടെ ബെഡിൽ ഇരിക്കുന്നത്. കഞ്ഞി ഉണ്ടാക്കിയതിന് ശേഷം പപ്പടം കൂട്ടി കാച്ചതിന് ശേഷം മലരിന് വേണ്ടിയിട്ടുള്ളത് ആദ്യം ചന്ദ്രിക കൊണ്ടു കൊടുക്കുകയാണ്. അവിടെ മലർ ഇരിക്കുന്ന കട്ടിലവിടെ വെച്ചിട്ട് പറയുന്നുണ്ട്, ചൂടാറിക്കഴിഞ്ഞാൽ അത് കുടിക്കാൻ വേണ്ടിയിട്ട്. അമ്മ വേഗം പോയി സിദ്ധു സാറിന് കൊടുത്തിട്ട് വരാമെന്ന്. മലരിങ്ങനെ ദേഷ്യത്തോടെയാണ് നോക്കി നിൽക്കുന്നത്. അവൾ ആ കഞ്ഞിയിൽ തൊട്ടത് കൂടിയില്ല. അതിനുശേഷം ചന്ദ്രിക സിദ്ധാർത്ഥിനുള്ള കഞ്ഞിയായിട്ട് പോവുകയാണ്. ആ സമയത്ത് പ്രിയ അവിടെ വെച്ചിട്ട് ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. പ്രിയയോട് ചോദിക്കുന്നു, വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ പ്രിയ പറയുന്നുണ്ട്, എല്ലാവരും അമ്പലത്തിൽ പോയിരിക്കുക, സിദ്ധു മാത്രമേ വീട്ടിലുള്ളൂ എന്ന് പറഞ്ഞത് കേട്ടതുകൊണ്ടാണ് ചന്ദ്രിക വേഗം അകത്ത് പോയിട്ട് സിദ്ധാർത്ഥിന് കഞ്ഞി കൊടുക്കുന്നത്.
ചന്ദ്രിക കൊണ്ടുവന്ന കഞ്ഞി സിദ്ധാർത്ഥ് കുടിക്കുമ്പോൾ അവൻ്റെ കൈക്കൊക്കെ ബലമില്ലാത്തത് കൊണ്ട് കഞ്ഞി ദേഹത്തേക്കൊക്കെ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രിക തന്നെയാണ് തുടച്ചു കൊടുക്കുന്നത്. അവസാനം അവൾ പറയാണ് ഞാൻ തന്നെ കോരിത്തരാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക തന്നെ അത് കൊടുക്കുകയാണ്. അവൾ വാത്സല്യത്തോടെ അത് കൊടുക്കുന്ന സമയത്ത് സിദ്ധു പറയുന്നുണ്ട്, ചന്ദ്രിക എൻ്റെ കൈയും കാലൊക്കെ വല്ലാതെ ഷിവറിങ് ഉള്ളതുപോലെ, സാറിന് നന്നായിട്ട് പനിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കൈയും കാലൊക്കെ വിറക്കുന്നത്, അതുകൊണ്ടാണ് വേഗം തന്നെ കഞ്ഞി കുടിച്ചിട്ട് മരുന്ന് കഴിച്ചാൽ മതി. അപ്പോൾ സിദ്ധാർത്ഥ അവളെ സ്നേഹത്തോടെ നോക്കിയിട്ട് പറയുന്നുണ്ട്, നീ എപ്പോഴും എൻ്റെ കൂടെ ഇതുപോലെ ഉണ്ടായാൽ മതി ചന്ദ്രിക. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഇല്ലേ സർ? ചന്ദ്രിക സ്നേഹത്തോട് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ കഞ്ഞി കോരി കൊടുക്കുന്ന സമയത്തൊക്കെ സിദ്ധാർത്ഥവും സ്നേഹത്തോടെയും പ്രണയത്തോടെയും അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.